Hi friends, ഞാൻ നിഷ ഷെറിൽ വെൽക്കം ടു കോഡ് റിവ്യൂ. ബേസിക് കോട്ട്ലിൻ ട്യൂട്ടോറിയൽസിൻ്റെ 10ാം വീഡിയോ ആണിത്. ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയാണ് 80% ആളുകളും കോട്ട്ലിൻ പഠിക്കുന്നത്. ആൻഡ്രോയിഡിൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ കോട്ട്ലിൻ ബേസിക്സ് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ ബേസിക് കോട്ട്ലിൻ ട്യൂട്ടോറിയൽസ് നമ്മൾ എൻഡ് ചെയ്യും. തുടർന്ന് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് യൂസിങ് കോട്ട്ലിൻ എന്നൊരു സെഷൻ നമ്മൾ കോഡവിൽ എന്ന ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ്രോയിഡിൻ്റെ ബേസിക് കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ഡീബഗ്ഗിങ്, ആർക്കിടെക്ചർ, UI ലേഔട്ട്സ് തുടങ്ങി നമ്മൾ അഡ്വാൻസ് ലെവലായിട്ടുള്ള ആൻഡ്രോയിഡ് നെറ്റ്വർക്കിംഗ്, ആൻഡ്രോയിഡ് KTX, ആൻഡ്രോയിഡ് ജെറ്റ്പാക്സ്, ആൻഡ്രോയിഡ് കോട്ട്ലിൻ കോറട്ടൈൻസ് എല്ലാം തന്നെ ഞാൻ മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കോട്ട്ലിൻ ട്യൂട്ടോറിയലിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫങ്ഷൻസ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന മെയിൻ ഫങ്ഷൻസ് പോലെയുള്ള ഫ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടേതായിട്ടുള്ള ഫങ്ഷൻസ് നമ്മളുണ്ടാക്കി പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്, അത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. എല്ലാം ഓരോരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫങ്ഷൻസ് നമുക്കറിയാം, ഫൺ എന്ന കീവേഡ് വെച്ചാണ് നമ്മൾ ഓരോ ഫങ്ഷനും ഡിക്ലെയർ ചെയ്യുക. നമ്മളുണ്ടാക്കുന്ന എല്ലാ ഫങ്ഷൻസിന് എന്തെങ്കിലും ഒന്ന് റിട്ടേൺ ചെയ്യും. അത് സ്ട്രിങ് ആവാം, അതൊരു ഇൻറ്റിജർ വാല്യൂ ആവാം, അല്ലെങ്കിൽ ഒരു നള്ളായിരിക്കാം. ഓക്കെ, നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പൊക്കെ നമ്മളുടെ സിൻറ്റാക്സിൽ നമ്മൾ എഴുതുന്നതായിരിക്കും. നമുക്കിനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. ഒരു പേഴ്സൻ്റെ ഫുൾ നെയിമിൻ്റെ ലെങ്ത്ത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫങ്ഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഫുൾ നെയിം ലെങ്ത്ത് എന്നാണ് ഞാൻ ആ ഫങ്ഷൻ്റെ പേര് കൊടുത്തു നോക്കുന്നത്. എന്നിട്ട് ഞാൻ 3 പാരാമീറ്ററുകൾ ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. 3 സ്ട്രിങ്സ് ആണ്. ഓക്കെ, നമ്മൾ ഫുൾ നെയിം ലെങ്ത്ത് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഫങ്ഷൻ നെയിമിന് ഞാനൊരു ലോവർ ക്യാമൽ കേസാണ് ഇട്ടുനോക്കുന്നത്. നമ്മൾ അങ്ങനെ വേണം എപ്പോഴും ഫങ്ഷൻസ് എഴുതാൻ. കേളി ബ്രേസസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇനി റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മിഡിൽ നെയിം ചിലപ്പോൾ നള്ളായിരിക്കും, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രിങ് ഈക്വൽ ടു ഒരു എംപ്റ്റി ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നെയിം ഡോട്ട് ലെങ്ത്ത് പ്ലസ് മിഡിൽ നെയിം ഡോട്ട് ലെങ്ത്ത് പ്ലസ് ലാസ്റ്റ് നെയിം ഡോട്ട് ലെങ്ത്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് നോക്കുകയാണ്. സോ നമുക്ക് ആ ഇൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ നമ്മളിനി ഫുൾ നെയിം ലെങ്ത്ത് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫങ്ഷനെ നമ്മൾ വിളിച്ച് അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫങ്ഷനെ ഒന്ന് കോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ നെയിം ലെങ്ത്ത്, അതിൽ ഞാൻ പേര് സാഗർ ഏലിയാസ് ജാക്കി എന്ന് കൊടുത്തു, 3 പേരുകൾ. അത് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ നെയിം ലെങ്ത്ത് വാല്യൂവിൽ ഈ 3ൻ്റെയും ലെങ്ത്താണ് നമുക്ക് കിട്ടുക. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് അതാണ്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ 3 വാല്യൂവിൻ്റെയും ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഞാനൊരു 16 എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ റൺ ചെയ്തപ്പോൾ നമുക്കിത് 16 എന്ന വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നു. സാഗർ ഏലിയാസ് ജാക്കി എന്ന പേരിലെ ഏലിയാസ് നമുക്കൊന്ന് മാറ്റി അതൊരു എംപ്റ്റി ആയിട്ട് കൊടുത്ത് നോക്കാം. സോ ഫുൾ നെയിം ലെങ്ത്ത് വാല്യൂ, ഫുൾ നെയിം ലെങ്ത്ത് സാഗർ, പിന്നെ ഞാനൊരു എംപ്റ്റി സ്ട്രിങ്, പിന്നെ ഞാൻ ജാക്കി.
ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 11 കിട്ടിയോക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഒരു സിംഗിൾ ലൈൻ ഫംഗ്ഷനായിട്ട് എഴുതി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റിട്ടേൺ എന്ന വാല്യൂ എടുത്തു കളയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷൻ അങ്ങ് എഴുതി. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ലൈനിൽ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ എഴുതി നോക്കുകയാണ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താണ്ടാവാൻ നോക്കാം. നമുക്കൊന്ന് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെയൊക്കെ കോട്ട്ലിനിൽ നമുക്ക് കോഡുകളൊക്കെ കൺസൈസ് ചെയ്യാൻ പറ്റും. അത്ര വലിയ കോഡുകളൊക്കെ നമുക്ക് ചെറുതാക്കി എഴുതാനൊക്കെ കഴിയും. അതുകൊണ്ട് അതൊരു കോട്ട്ലിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, നമ്മളിവിടെ ഏലിയസിന് എഴുതിയിട്ട് ഒന്ന് റൺ ചെയ്തപ്പോൾ 16 കിട്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നെയിം വെരിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒരിക്കലും ആ നെയിം എംപ്റ്റി ആവാൻ പാടില്ല, പിന്നെ നെയിമിൻ്റെ ലെങ്ത്ത് >16 ആവാൻ പാടില്ല. ഈ 2 കണ്ടീഷനും കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇഫ് എൽസ് ആണ്. അതെങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ വാൽ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞ സ്ട്രിങ് അപ്പെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഡബിൾ കോട്ട്സിൽ ഫുള്ളായിട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസും ഒരു സ്ട്രിങ് ആയിട്ട് എടുക്കും. അത് കാരണമാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ട് സാഗർ പ്ലസ് ഏലിയാസ് പ്ലസ് ജാക്കി എന്ന് കൊടുത്ത്. ഇനി ഞാൻ ഫണ്ണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് കൊടുത്ത് ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. വെരിഫൈ നെയിം എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ്റെ നെയിം, അതിലൊരു ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. ഇനി ആ നെയിം നള്ളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഇൻപുട്ട് ബ്ലാങ്ക് ആണെങ്കിൽ അതിൻ്റെ നെയിം എംപ്റ്റി ആണ്. അല്ലെങ്കിൽ എൽസിഫ് എന്ന് പറയുമ്പോൾ എൽസിഫിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻപുട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ >16 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് റോങ് കമാൻഡായിട്ട് പ്രിൻറ്റ് ചെയ്യാം. ഈ 2 കണ്ടീഷനും അല്ല എങ്കിൽ നമ്മൾ എൽസിലേക്ക് പോകും. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ നെയിം വെരിഫൈ ചെയ്തത് സക്സസ്ഫുള്ളി ആയിട്ട് വെരിഫൈ ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വെരിഫൈ നെയിം ഓഫ് നെയിം എന്ന് കൊടുത്ത് റൺ ചെയ്ത് നോക്കി. ഇപ്പോൾ റോങ് കമാൻഡ് എന്നാണ് കിട്ടി വെക്കുന്നത്. സോ ഞാനിവിടെ സാഗർ ഏലിയാസ് ജാക്കിയിലത്തെ ജാക്കി എടുത്ത് കളഞ്ഞു. ഇപ്പോൾ സാഗർ ഏലിയാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ നെയിം വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഇനി ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഹയർ ഓർഡർ ഫങ്ഷൻസിനെ കുറിച്ചും ലാംഡ എക്സ്പ്രഷനെ കുറിച്ചുമാണ്. മറ്റൊരു ഫങ്ഷനെ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനെ പാരാമീറ്ററായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫങ്ഷനെയാണ് ഹയർ ഓർഡർ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഫങ്ഷനെ റിട്ടേൺ ചെയ്യാനും ഈ ഒരു ഹയർ ഓർഡർ ഫങ്ഷന് സാധിക്കും. കൺഫ്യൂഷൻ ഉണ്ടാവും, അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആവും. ഇനി ലാംഡ എക്സ്പ്രഷനെ കുറിച്ച് ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക. ഒരു ഫങ്ഷൻ വിത്തൗട്ട് എ നെയിം ഇല്ലാത്ത ഒരു ഫങ്ഷനാണ് ലാംഡ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എക്സാമ്പിളിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു നോർമൽ ഫങ്ഷനാണ് എഴുതി വെക്കുന്നത്. ഇനി നമ്മൾ ഒരു ഹയർ ഓർഡർ ഫങ്ഷൻ എഴുതാൻ പോവാണ്. ഇവിടെ ഞാൻ വാലിഡേറ്റ് നെയിം എന്ന ഒരു ഹയർ ഓർഡർ ഫങ്ഷനാണ് എഴുതുന്നത്. അതിന് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, ഒന്ന് ഇൻപുട്ടും ഒന്ന് വാലിഡേറ്ററും. ഇവിടെ വാലിഡേറ്റർ എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ ഒരു ഫങ്ഷനാണ്. അതിനുവേണ്ടി ഞാൻ ലാംഡ റിട്ടേൺസ് ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനോണിമസ് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് മേലത്തെ അതേ എക്സാമ്പിൾ തന്നെയാണ്. ഇഫ് ഇൻപുട്ട് നള്ളാണെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ ഈ വാലിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫങ്ഷൻ പെർഫോം ചെയ്യുക എന്നാണ്. അതിൻ്റെ വാല്യൂ ഒരു ബൂളിയൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ഈ ഹയർ ഓർഡർ ഫങ്ഷനെ വിളിക്കുകയാണ്. വാൽ ഈസ് വാലിഡ് വാലിഡേറ്റ് നെയിം കോമ ഒരു ഫങ്ഷൻ അല്ല ഒരു ലാംഡ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതായത് അനോണിമസ് ഫങ്ഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഇറ്റ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 10 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് വാല്യൂ കൊടുത്താലും അത് ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇതിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ വാലിഡേറ്റ് നെയിമിൽ 2 പാരാമീറ്റർ ഉണ്ട്, ഒന്ന് നെയിം, ഒന്നൊരു ഫങ്ഷൻ. ആ ഫങ്ഷൻ്റെ എക്സ്പ്രഷനാണ് ഇറ്റ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വാലിഡേറ്റ് നെയിമിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹയർ ഓർഡർ ഫങ്ഷനിൽ ഇപ്പോൾ ഞാനൊരു പാരാമീറ്ററും ഒരു ലാംഡ എക്സ്പ്രഷനും പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് ഉണ്ടാവുക? സെയിം പ്രോസസ്സാണ്. അതായത് ഞാൻ ആദ്യം നോർമലായിട്ട് ചെയ്തിട്ടുള്ള ആ ഫങ്ഷൻ്റെ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ നെയിം നള്ളാണെങ്കിൽ അത് ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അതായത് വാലിഡേറ്റർ ഇൻപുട്ട് എൽസിൽ വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആ ഇൻപുട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 10 എന്നാണ്. ഇപ്പോൾ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇൻപുട്ട് ലാംഡ ഇൻപുട്ട് ഡോട്ട് ലെങ്ത് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഈ ലാംഡേനൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതിയാണ് ഞാൻ ഇറ്റ് ഡോട്ട് ലെങ്ത് എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻപുട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചായാലും ഇതുപോലെ ഇൻപുട്ട് ലാംഡ ഇൻപുട്ട് ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്താലും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. സോ നമ്മൾ ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ നെയിം എന്ന് പറയുന്നത് സാഗർ ഏലിയസ് ജാക്കി എന്ന് പറഞ്ഞ പേരാണ്. ആ പേര് ഞാൻ പാസ് ചെയ്യാണ്. അപ്പോൾ ആ പാസ് ചെയ്യുമ്പോൾ അത് വാലിഡ് ആണോ അല്ലയോ എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യണത്. സോ റൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടുക? ഇത് ട്രൂ ആയിട്ടാണ് കിട്ടുക, കാരണം ഗ്രേറ്റർ ദാൻ 10 ആണ് അതിൻ്റെ ലെങ്ത്ത്. ആ നെയിം നമ്മൾ പാസ് ചെയ്തപ്പോൾ അതിൻ്റെ ഇൻപുട്ടിൻ്റെ ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എൽസിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. ഇനി ഞാനിവിടെ സാഗർ ഏലിയസ് ജാക്കി എടുത്ത് കളഞ്ഞിട്ട് റൺ ചെയ്ത് നോക്കിയാൽ ഫാൾസ് ആയിട്ട് കിട്ടും. അതായത് ഓരോ പ്രാവശ്യം ഈ ഹയർ ഓർഡർ ഫങ്ഷൻ ഈ വാലിഡേറ്റർ ഓഫ് ഇൻപുട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ആ ഫങ്ഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ആ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ഹയർ ഓർഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ ലാംഡ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അനോണിമസ് ഫങ്ഷൻസ് വിത്തൗട്ട് എ നെയിം എന്നൊക്കെ നമ്മൾ പറയാം. ഇനി ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വേറെ രീതിയിൽ ഞാൻ ചെയ്യാൻ പോവാണ്. അതായത് ഡയറക്റ്റായിട്ട് കൊടുക്കാതെ ഒരു ഫങ്ഷനിലേക്ക് ഈ എക്സ്പ്രഷൻ അസൈൻ ചെയ്തിട്ട് പിന്നീട് ആ ഫങ്ഷൻ ഈ ഹയർ ഓർഡർ ഫങ്ഷനിലേക്ക് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുക എന്ന രീതിയിൽ കൊടുക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോർമൽ ഫങ്ഷൻ എഴുതാണ്. ആ ഫങ്ഷൻ്റെ പേര് വാലിഡേറ്റർ നെയിം എന്നാണ്. വാലിഡേറ്റർ നെയിമിൽ ഈ സെയിം ഇൻപുട്ട് ഡോട്ട് ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻ തന്നെയാണ്. ഇനി ഞാൻ ഈ വാലിഡേറ്റർ ന്യൂ എന്ന ഫങ്ഷനെ ഈ ഹയർ ഓർഡർ ഫങ്ഷനിലേക്ക് പാസ് ചെയ്യാണ്. സോ വാലിഡേറ്റർ നെയിം ഓഫ് നെയിം കോമ ഫുൾ കോളൻ വാലിഡേറ്റർ ന്യൂ. വാലിഡേറ്റർ ന്യൂ എന്ന് പറയുന്ന ഒരു നോർമൽ ഫങ്ഷനാണ്. ഫങ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫങ്ഷൻ ഞാൻ പാസ് ചെയ്യാണ്. ഓക്കെ, സെയിം തന്നെയാണ് നേരത്തെ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ റൺ ചെയ്തപ്പോൾ നമുക്ക് ഫാൾസ് കിട്ടി. ഇനി നമുക്ക് ജാക്കി എന്ന് കൊടുത്ത് വെക്കാം. അതൊന്ന് ആഡ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോഴും ട്രൂ ആയിട്ട് കിട്ടി. ഇങ്ങനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു വീഡിയോയിലൂടെ കോട്ട്ലിൻ ബേസിക്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ ഈ ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് യൂസിങ് കോട്ട്ലിൻ്റെ വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടാവും.
സോ ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പഠിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സെഷനിൽ കാണാം. താങ്ക് യു.